ആൻഡ് ജപ്പാൻ ഡയറീസിൻ്റെ ഒരു പുതിയ അധ്യായം നമുക്ക് അടുത്ത തുടങ്ങാം. ഓക്കെ, ഈ തണുപ്പിൻ്റെ കൊണ്ട് വേറെ ടിപ്പ് ഫിംഗർ ടിപ്പ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ യോക്കോഹോമയില് യോക്കോഹോമ ബേട്ട മരവിച്ചിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ എവറിത്തിങ് ഈസ് നിയർ ബൈ ആണ്. കപ്പ് നൂഡിൽസ് യൂസ് ചെയ്ത് എല്ലാ വാക്കും ഓക്കെ. റെഡ് ബ്രിക്ക് ഹൗസ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞാണ് നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് അതാണ് ആ കാണുന്ന പാലത്തിൽ നോക്കുമ്പോഴാണ് അയ്യോ അയ്യോ ബേ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇതൊന്ന് എൻട്രി ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഹോട്ടൽ ആൻഡ് റിസോർട്ട് യോക്കോഹാമ ബേ ടവേഴ്സ്. ഓക്കെ, സംസാരിക്കാൻ ഓക്കെ. മൈ യാ ലഗേജ് യാ അടിയത്തെ കീ സൂക്ഷിച്ച് വെക്കണം. യാ താങ്ക് യു. കാർഡ് കീ സൂക്ഷിച്ച് വെക്കുന്നത് ഇന്നല്ലെങ്കിൽ ഇനി 2000 ലാസ്റ്റ് ടൈം 2000 എന്നെ കണ്ടായിരുന്നു. ഓക്കെ, കാർഡ് സുട്ട് കേസ്. മോർണിംഗ്. സി ടുഡേ ആൾസോ വെദർ ഈസ് വെരി ബാഡ്. ഇന്ന് കുറേ കൂടെ വിൻഡിയുണ്ട്. ഓക്കെ, രാവിലെ ഞാൻ 5:30 ഉണർന്നപ്പോൾ നല്ല പ്ലസൻറ്റ് വെതറായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ വൈകിട്ട് പോയാൽ മതി. റെയിനിങ് ആൾസോ. ഇത് പറയാൻ പറഞ്ഞു. ഒരു ആൻറ്റിനെ നോക്ക്, ഇപ്പോൾ ഉള്ള വീടുകളിലൊന്നും കാണാൻ പറ്റില്ലല്ലോ. ആൻറ്റിന. ഓക്കെ, സി ഇവിടെ ഒരു ആൻറ്റിന ഉണ്ട് ആ വീട്ടിൽ. ഞാൻ എന്താ പാരീസിൽ ഇത് വെർസൈസ് പാലസ് കാണാൻ പോയപ്പോൾ ഇതുപോലെ കുറച്ച് ഡൗൺ ടൗൺ പോകണം, കുറേ ദൂരം പോകണമായിരുന്നു സിറ്റിയിൽ നിന്ന്. അയ്യോ സോ വിൻഡി. സി മൈ ഗോഡ്, ഞാൻ വന്നതിൽ ഈ കഷ്ടമാണ് പോകുമ്പോൾ. വെദർ ഈസ് സോ ബാഡ്. സ്നീസ് അത് കേട്ടില്ല, അവരോടെ പണിയാ നോക്കി. സി ചേച്ചി എന്നോട് പറയും. ഓക്കെ, വെദർ ഈസ് സോ ബാഡ്, ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. മൈ ബ്രേക്ക്ഫാസ്റ്റ് ഇറ്റ്സ് റെഡി. ഓക്കെ, is cold. Egg is cold. Okay, let's make breakfast. Breakfast sandwich. അതൊക്കെ അകത്തിരുന്നിട്ടും കോഫി അങ്ങോട്ട് വെച്ചോണ്ടാ നമുക്ക്. അയ്യോ ഓക്കെ ഓക്കെ ഇതൊക്കെ ഓക്കെ ഓക്കെ.
So I'm leaving now with this great precious guest house. ഇത് ഗേഷ്യാസിൻ്റെ കിമോണ. അവർ കുറേ 18 മുഴം എന്താ ചേര പോലെ അത് ഞാൻ പറയാം, വിശദമായിട്ട് ക്യോട്ടോയിൽ എത്തുമ്പം പറയാം. ഓക്കെ, സോ ദിസ് ഇസ് വാട്ട്. ഇവരുടെ കഥ ഞാൻ പറയാം. ഇവിടെ എന്താ പറയുക, ഹെയർ സ്റ്റൈലും എല്ലാം ആ മുഖത്ത് പെയിൻ്റാണ്. അതൊക്കെ പ്രത്യേകതയുണ്ട്. നമുക്ക് സാമുറായി നിൽക്കുന്നു വെരിയർ. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ, അതിന് സീറ്റ് കിട്ടുന്നു ഇതായിരുന്നു. ഓക്കെ, സോ എന്താ പറയുക, ഭയങ്കര നല്ല മഴ ഇപ്പോഴും. നന്നായി അവിടെ നിൽക്കാൻ എനിക്ക് തോന്നുന്നു. നന്നായി ഇവിടുന്ന് 30-40 മിനിറ്റ്സ് ഉണ്ടല്ലോ. നോക്കിയില്ല, ഞാനൊന്നും നോക്കിയിട്ടില്ല. സ്റ്റേഷൻ രക്ഷയില്ല. അത് കയറിയിട്ട് ഒരിത്തിരി ഒരു കൈയൊക്കെ ഒന്ന് മരവിപ്പൊന്ന് പതുക്കം കാണാൻ വയ്യാത്ത രീതിയിലാണ്. പൊതുവെ സ്റ്റേഷനിൽ നിൽക്കുമ്പോൾ ഓപ്പൺ ആയില്ലേ, നമ്മളായിട്ട് ബിഞ്ചിയാണ്. ഓക്കെ, അങ്ങനെ നമ്മൾ യോക്കോഹോമയിൽ പിന്നെ ഒരു 4 സ്റ്റോപ്പുകളുണ്ട്. ഷിൻ യോക്കോഹോമ. ഓക്കെ, ലാസ്റ്റ് ടൈം ഞാൻ ഇവിടെ വന്നതുകൊണ്ട് എനിക്കറിയാം. അല്ലെങ്കിൽ കഴിഞ്ഞ തവണ ഞാൻ എന്താ പറയുക, ഷിങ്കൻസൺ എടുത്ത് നേരെ യോക്കോഹോമയിൽ വന്നിട്ട് അവിടെ എത്തി രാത്രിയായി. എവിടുന്നായിരുന്നു? എവിടുന്ന് വരുന്നു. ഓക്കെ, എന്നിട്ട് വടി എല്ലാം താഴെ പോകാം. സോ അപ്പം ഞാൻ വിചാരിച്ച് എത്തിയല്ലോ, ഇത് മതിയില്ലെന്ന് വിചാരിച്ചു. എവിടെ പിന്നെയാണ് രാത്രി ഒത്തിരി ലേറ്റായി ഞാൻ വന്നപ്പോൾ. ഓക്കെ, സോ ഫുൾ എക്സ്പ്ലോർ ചെയ്തിട്ടൊക്കെയാണ് ഷിങ്കൻസൺ പാഞ്ഞു വന്നത്. ഇത് എന്താ പറയുക, റാപ്പിഡ് ട്രെയിനായിരുന്നു. ജെ ആർ റാപ്പിഡ് ട്രെയിൻ ലൈന് ആയിരുന്നു ഇവിടുന്ന് വന്നത്. ഏത് വേസ്റ്റ് അങ്ങോട്ടാകുമ്പോൾ എനിക്ക് ഒരു ഇറങ്ങണം, വെളിയിലിറങ്ങിയാൽ അറിയാം. ഓക്കെ, ഗ്രേസ് ഹോട്ടൽ ഏത് എൻട്രൻസ് ആണെന്ന് അറിയത്തില്ല. ഓക്കെ, ഇതാണ് സ്റ്റേഷൻ. ഓക്കെ, സിയാ. ആക്ച്വലി കാർഡിൻ്റെ ഇത് തീർന്നായിരുന്നു. ഓക്കെ, സോ അതല്ല, ഇവിടെ വന്നിട്ട് എനിക്കറിയാമായിരുന്നു തീർന്ന് തീരാറായിരിക്കുമെന്ന്. അപ്പോൾ ഒരു 210 എന്തോ ഡിഫറൻസ് ഉണ്ടായി. അപ്പം അത് റീചാർജ് ചെയ്യാൻ കൊടുക്കണമല്ലോ. കാർഡ് കാണുന്നില്ല. അതായത് ഈ ബാഗാണ് പഞ്ച് ചെയ്യുന്നുള്ളൂ. ബാഗിൽ നിന്ന് എടുത്തിട്ടില്ല. തണുപ്പിൻ്റെ കൊണ്ടാണ് എന്താ പറയുക, കാർഡ് അതിനകത്ത് ഇരുന്നിട്ട് കാണുന്നുമില്ല, എടുക്കാനും പറ്റുന്നില്ല. പിന്നെ ആ ഓഫീസർ വന്ന് പുള്ളിക്കാരൻ എന്നെ വന്ന് എടുത്തു തന്നു. കാരണം ഞാൻ നോക്കട്ടെ, തിരിച്ചും മറിച്ചും കാര്യം ഞാൻ ഓപ്പൺ ചെയ്തില്ല, താഴെ പോകാനോ വല്ലോ. നമ്മൾ പഞ്ച് ചെയ്യുന്നത് ബാഗാണ് പഞ്ച് ചെയ്യുന്നത്. ഓക്കെ, ഈ തണുപ്പിൻ്റെ കൊണ്ടാണ് വേറെ ടിപ്പ്, ഫിംഗർ ടിപ്പ് ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഓക്കെ, ഫുൾ മരവിപ്പ്. ഞാൻ എൻ്റെ ഹോട്ടൽ റൂം എൻ്റെ ഇവിടുത്തെ ഏറ്റവും ഫേവറേറ്റ് ഹോട്ടൽ റൂമാണ്. ആക്ച്വലി ഞാൻ വേറെ ഒന്നും കൂടി എടുത്തായിരുന്നു, ഒന്ന് ചേഞ്ച് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, നേരത്തെ. പിന്നെ ഞാൻ ലാസ്റ്റ് മൊമെന്റിൽ പിന്നെ ഇത് തന്നെ അപ്പ ഹോട്ടലിൻ്റെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു നല്ലൊരു ഹോട്ടലാണ്. ഭയങ്കര നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഓക്കെ, സോ ഓക്കെ. പിന്നെ ട്രെയിനകത്ത് വെച്ചൊരു കുട്ടിയെ പരിചയപ്പെട്ടു. ഡെന്ന. ഓക്കെ, അവളുടെ പേര്. സോ അവൾ ആക്ച്വലി എന്താ പറയുക, ഒക്കിനാവയില്ല
ഒക്കിനാവയിൽ എന്തോ ആണ് വർക്ക് ചെയ്യുന്നത്. ഒക്കിനാലാണ് അവിടെ വീട്. ഓക്കെ, പക്ഷെ അവിടെ വർക്ക് ചെയ്യുന്ന ഇവിടാണ്. ഓക്കെ, 18 hours ഉണ്ട്. എനിക്ക് പോകണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ പറ്റത്തില്ല, കഴിയും. കുറേ എല്ലാ പ്രൊഫസറും ഓടി നമ്മൾ കാണുമെന്ന് വിചാരിക്കും, പക്ഷെ നൗ ഇറ്റ്സ് ഐ വാണ്ട് ടു റിപ്പീറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. സോ ഇനി ഇത് എക്സിറ്റ്. ഓക്കെ, പുറത്തോട്ട് പോകട്ടെ. പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം, അവിടെ കാണിക്കാൻ പറ്റുള്ളൂ, അത്രയൊക്കെ ഉണ്ട്. ഓക്കെ, ദിസ് ഇസ് വാട്ട് Yokohama, Shin Yokohama Station. Okay, that's Hotel Subway Blue Line, Shin Yokohama Station. Hello, Yokohama Station, Shinkansen Yokohama Line. Okay, ഞാൻ എക്സിറ്റ് പോട്ടെ. പുറത്ത് നല്ല മഴ, എക്സലേറ്റർ കയറി പോട്ടെ, അല്ലാതെ അകത്ത് വയ്ക്കാം, കാരണം ഇവിടെ വരെ. ഓക്കെ, സോ ഇതാണ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവർ യോക്കോഹാമ. ഞാൻ കുറേ എക്സ്പ്ലോർ ചെയ്ത് കുറേ വീഡിയോസൊക്കെ ഇട്ടതായിരുന്നു. ഓക്കെ സാർ, ഞാൻ ബേ ടവറിലോട്ട് പോകുന്നത്. ഇവിടെ മെയിൻ അടുത്താണ് ഞാൻ എടുത്തത്, കാര്യം ബേ ടവറിൻ്റെ അവിടെയാണ് എല്ലാം ഉള്ളത്. സോ എൻ്റെ ഹോട്ടലിൽ നിന്ന് നോക്കിയാൽ എല്ലാം കാണും. ഞാൻ ആദ്യം ബുക്ക് ചെയ്തത് വിത്ത് വ്യൂ ആയിരുന്നു, അറിയില്ല. ഷിൻ യോക്കോഹാമ സ്ക്വയർ എല്ലാം ഇവിടെയാണ്, എല്ലാം ഞാൻ കഴിഞ്ഞ തവണ ഒത്തിരി എക്സ്പ്ലോർ ചെയ്തതാണ്. 1 വീക്ക് കൂടുതലുണ്ടായിരുന്നു, 7 ഡേയ്സോളം ഉണ്ടായിരുന്നു. ഓക്കെ, സോ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തതാണ്. ഇതിനകത്ത് വരട്ടെ, ബാഗ് ഒരു രക്ഷയില്ല. മരവിക്കും എല്ലാം ഉണ്ടല്ലോ, കാരണം എന്തെങ്കിലുമൊക്കെ നമ്മൾ വിട്ടുപോകും. ഈ കയ്യിൽ നിന്ന് എന്തെങ്കിലും പോയാലൊന്നും അറിയില്ല. ഓക്കെ, ഇവിടുന്ന് വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളു. പക്ഷെ അത് ഞാൻ റൈറ്റ് എടുത്തില്ലെങ്കിൽ, കാര്യം ലെഫ്റ്റ് റൈറ്റ് എടുത്തില്ലെങ്കിൽ ഇരട്ടിപ്പണിയാവും. ഓക്കെ, സോ ഗ്രേസ് ഹോട്ടലോ ഗ്രാൻഡ് ഹോട്ടലോ അങ്ങനെ എന്തോ, പ്രിൻസ് ഹോട്ടൽ അവിടെ എന്തോ ആണ്. ഒരു ഇവിടെ കഴിഞ്ഞ വർഷം തുടങ്ങിയതായിരുന്നു ആ ഹോട്ടൽ. അപ്പോൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമെന്ന് പറഞ്ഞ് 2 ഡേയ്സിലേക്ക് എടുത്തതായിരുന്നു. പക്ഷേ എൻ്റെ മെയിൻ ഇതായിരുന്നു എനിക്കിഷ്ടം. സോ അപ്പ ഹോട്ടൽ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതാണ് ഓഫീസർ ചാടി വീഴുന്നത്. അവർക്കൊക്കെ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡാണ്. ഓക്കെ, സോ ഞാൻ ഹോട്ടലിൽ നിന്നും പറഞ്ഞു എനിക്ക് പോകേണ്ട ഏത് എൻട്രൻസ് ആണെന്ന് ചോദിക്കാൻ, ഇതിൻ്റെ ഇത് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ. ഓക്കെ, സോ അവർക്ക് ഭയങ്കര സന്തോഷം. ഓടി വന്ന് എല്ലാവരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, സി നമുക്ക് ഹോട്ടൽ അവിടെ ബാക്കിലാണ് സ്റ്റേഷൻ. അത് പക്രാഴ്ച സ്റ്റേഷൻ എന്നാണ് പറയുന്നത്. സോറി, സക്കോറ ബീച്ചോ ഞാൻ പറയാൻ ശബ്ദം വരുന്നില്ലതാ. ഇതാണ് ഹോട്ടൽ. ഫ്രണ്ടിൽ നിന്നാൽ ഇതിൻ്റെ ആ ടോപ്പ് വരെ കാണത്തില്ല, അത്ര വലിയ ഹോട്ടലാണ്. അപ്പോൾ ഹോട്ടൽ യോക്കോഹാമയിലെ. ഓക്കെ, യോക്കോഹാമ ബേട്ട മരവിച്ചിരിക്കുന്നു. ഓക്കെ, സോ ഇവിടെ എവറിത്തിങ് ഈസ് നിയർ ബൈ ആണ്. കപ്പ് നൂഡിൽസ് യൂസ് ചെയ്യാതെ എല്ലാ യൂസ് ചെയ്യുള്ളൂ. ഓക്കെ, റെഡ് ബ്രിക്ക് ഹൗസ് ഇതൊക്കെ ഞാൻ കഴിഞ്ഞാണോ നന്നായിട്ട് എക്സ്പ്ലോർ ചെയ്തത്. അതാണ് ആ കാണുന്ന പാലത്തിൽ നോക്കുമ്പോഴാണ് അയ്യോ ബേ. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒന്ന് ഇതൊന്ന് എൻട്രി ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. എനിക്ക് ഞാൻ ഹോട്ടലിലോട്ട് കാണിക്കാം. Hotel and resort Yokohama Bay Towers. Okay, സംസാരിക്കാൻ വയ്യ സീരിയസ്ലി. ഓക്കെ, സപ്പോറ ഇരിക്കുന്നു. സോ ഇതാണ് ഒരു എയർപോർട്ടിൻ്റെ അത്രയും കൗണ്ടേഴ്സ് ഉണ്ട്. ഓക്കെ, സർവീസ്
So welcome back. Okay. Okay. Mama and I'll do this. So we have to clean. Okay. See. Okay. And this is our next I am waiting. Passport. ബാക്കി എല്ലാവരും ഇവിടെ പോയി. മറ്റേത് പെട്ടെന്ന് അങ്ങ് കൗണ്ടറെല്ലാം എം ഡി ആയിട്ടിരിക്കുന്നു. എല്ലാവരും അവിടെ നിൽപ്പുണ്ട്. ഓക്കെ, വെയിറ്റിംഗ്. For check-in? I want to check in. Check it fast. 2:30. 2:30? Okay. Just hold it. Okay. 2:30 സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് ഞാൻ വന്ന രാത്രിയിലല്ലേ, അപ്പോൾ അതുകൊണ്ടാണ്. ഓക്കെ. സോ ഐ തോട്ട് ഓക്കെ വൈ ഇസ് ഡിലേ. So 8 until 2:30. ഓക്കെ, ടൈം 2:30 കറക്റ്റ് ടൈം ആകാതെ അവർ എടുക്കില്ല കേട്ടോ. അത് ക്യാഷ് ആയിട്ടുള്ള റൈറ്റ് സൈഡ് ചെക്കിങ് അപ്ഗ്രേഡ്. നമ്മൾ ക്യാഷ്ലെസ് ആയതുകൊണ്ട് നമ്മുടെ പൈസ ഇല്ലല്ലോ, നമ്മളിങ്ങോട്ട്. ഞാൻ അടിയട്ടോ സമസ്യേ. Yeah, I need it. This booking is your name. Yeah. Okay. Yeah. Do you have a reservation number? I reserved that actually. Okay. Yeah, I think in May. Okay. Let me try. Yeah. Other way. Yeah. Thank you. That's all in packing bag. Ah. So heavy rain outside. So yeah, Udayalata. 뭐야? I'm here second time. Ah, I see. Yeah, last 10 months back I was here. Yeah. Okay. Yeah. Okay. Thank you. Please move. Yeah. 아, 뭐 마시는 거 같더라고. Yeah. Okay. Thank you. Yeah. Okay. Please take your room card. Smacky. That's all. Yeah, That's all. Check it. That's all for checking. Yeah, I know. See, and I want to know one thing. I booked I didn't check now that is the view hotel. It's a view
only, no? That's the room. I have to check, please. Let me check your... Yeah, please, yeah. I booked that time because long back I booked it, so... Okay. Yeah, please check it, okay? Yeah. そうですよね。Okay, നമ്മുടെ ചെക്കിംഗ് പ്രോസസ് ഒക്കെ കഴിഞ്ഞ് തന്നെ കാർഡ് കിട്ടി. Okay, this is the card. So, ബാക്കി പ്രോസസ് okay? Okay. My, yeah, luggage. Yeah, ありがとうございます。കീ സൂക്ഷിച്ച് വെക്കണം. യാ താങ്ക് യു. കാർഡ് കീ സൂക്ഷിച്ച് വെക്കുന്നത് ഇന്നല്ലെങ്കിൽ ഇനി 2000 ലാസ്റ്റ് ടൈം 2000 എന്നെ കണ്ടായിരുന്നു. ഓക്കെ കാർഡ് സുട്ട് കേസ്. യാ ഓക്കെ. സോ അതുകൊണ്ട് ഞാനിങ്ങനെ ഈ ഫോണൊക്കെ ഇങ്ങനെ എടുത്ത് സംസാരിക്കുന്നതൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോകും. ഓക്കെ, ഇത് നേരത്തെ എത്തി. ഞാൻ കമാക്കുറയിൽ 3 ദിവസം നിന്നല്ലോ. സോ ഇത് ഓൾറെഡി നേരത്തെ എത്തിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, നമ്മുടെ സൂട്ട് കേസ് കൊണ്ടുവരും. ഓക്കെ, കാർഡും ഇതെല്ലാം കൂടെ സത്യം പറഞ്ഞാൽ ആകെപ്പാടൊരു വല്ലാത്ത തിരക്ക്. നല്ല ഹോട്ടലാണ്, നല്ല പൈസയാണ്. പക്ഷേ ഐ ലവ് ഇറ്റ്. ലാസ്റ്റ് ടൈമേ ഞാൻ പറയാൻ ഇവിടെ താമസിക്കും, ഇനിയും വരുമ്പോൾ ഇവിടെ താമസിക്കുള്ളൂ. പക്ഷേ വേറൊരു കാര്യം, എല്ലാം അപ്പം ഹോട്ടലിനകം എല്ലാം ഒരുപോലെ ഇരിക്കില്ലേ റൂമിൻ്റെ. ബാക്കി ഇവിടെ എല്ലാം ഉണ്ട്, സ്പായും കുറേ സൗകര്യങ്ങളുണ്ട് ഇവിടെ. ഓക്കെ, സോ അതുകൊണ്ട് എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യമൊന്നും അങ്ങനെ അതൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. നല്ല സമ്മറല്ലായിരുന്നു, ഓട്ടമായിരുന്നു. ജക്കൂസി നല്ല എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ എന്താ പറയുക, റെസ്റ്റോറൻറ്റ്, സ്പാ, എവരിത്തിങ്, ഈവൻ ഫാമിലി ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ വരെ ഇതിനകത്തുണ്ട്. ഓക്കെ, സോ അത് വേറൊരു അപ്പ ഹോട്ടലും ഇല്ല. ഇനി ടോക്കിയോയിൽ ചിബയിൽ ഉണ്ട്, ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി അവിടെ ഉണ്ടോയെന്ന് അറിയില്ല. ചിബയിൽ ഞാൻ പോയിട്ടില്ലായിരുന്നു. ഓക്കെ, സോ അതുകൊണ്ട് ഇത് നോക്കും. ഞാൻ ലാസ്റ്റ് വന്നപ്പോൾ നൈറ്റിലല്ലായിരുന്നു, അതുകൊണ്ട് വന്നുകൊണ്ടേ തന്നെ ചെയ്താൽ ഞങ്ങൾക്ക് എന്ത് പറ്റി ചെക്കിങ് ചെയ്യാൻ സമയമെടുത്തു. അപ്പോഴത്തേക്ക് അതാ ടൈമുണ്ട്, 2:30 കഴിയാതെ അവർ സ്റ്റാർട്ട് ചെയ്യത്തില്ല. അത് ഞാൻ ഇത്രയും കൗണ്ടർ എന്തിനാ ഇതായിട്ടോ. കഴിഞ്ഞ തവണ ഫുള്ള് കൗണ്ടറിൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യായിരുന്നു. പിന്നെ കഴിഞ്ഞ 2 പിള്ളേർ അമ്പിള്ളേരവന്മാരുന്ന് ഹായ് ഒക്കെ പറഞ്ഞ് ഞാൻ കാണിച്ചല്ലേ ഇതിനകത്ത് കിട്ടുമെങ്കിൽ. സോ നമ്മുടെ ബാഗ് എടുക്കാൻ പോയിട്ട് കാണുന്നില്ല. ഇവരുടെ ഈ കളർ കോമ്പിനേഷൻ ഓറഞ്ച് ആൻഡ് ബ്ലാക്ക്, ദിസ് ഇൻറ്റീരിയർ ഇത് ഒരുപാട് വലുതാണ്. ഭയങ്കര ഹ്യൂജാണ് കേട്ടോ. ഇവിടെ നിന്ന് നോക്കിയാലും കാണാം. എന്താ പറയുക, യോക്കോഹാമയിൽ എവിടെ പുറത്തിറങ്ങി ഞാൻ കാണിച്ചത്. ഇതിപ്പോൾ ഇന്നൊന്നും പറ്റില്ല, ഇന്നൊന്നും ചെയ്യുന്നില്ല ഞാൻ. ഫുള്ള് എനിക്ക് പോയി മഴ, നല്ല മഴ. ഹാഫ് ഡേ വേസ്റ്റ്, ഹാഫ് ഡേ ഇല്ല. എൻ്റെ ലഗേജ്, ബസ് ലഗേജ് അവിടെ വെച്ചിട്ടാണ് ഇവിടെ വന്ന് കസർത്ത് കാണിക്കുന്നത്. എൻ്റെ ബാഗ് ഇങ്ങനെ വരും, എൻ്റെ അല്ല, നോക്കണേ. It's mine. Yeah, mine. It's cake. Sorry? Signature. Yeah, sure. Last time I stayed here. Same, Appa. Say hi. Your name? Yeah. Where is Anfona? Yeah. Oh, okay. Sign here. Your address? Address where? Home address. Home address, okay. Yes. Okay. And phone number? Okay. Okay. Yeah, thank you. Done? Okay, finished. Say bye-bye. I'm going. I'm going. Say bye-bye. Okay.
ഓക്കെ ജസ്റ്റ് താങ്ക് യു സോ മച്ച് അരികത്തോ സമസേ ഞാൻ സെറ്റിലാവട്ടെ ഓക്കെ ബൈ ബൈ ഓക്കെ സി ഇതാണ് മെയിൻ എൻട്രൻസ് വഴി എലിവേറ്റേഴ്സ് നോക്ക് ഇവിടെ 1 2 ഇത് മൊത്തം എലിവേറ്റേഴ്സാണ് കണ്ടോ ഇനി അവിടെ ഉണ്ട് ഓക്കെ സോ മെനി അവിടെ അതായത് ഇതാണ് ഇവിടുത്തെ ടവറിൻ്റെ ഹൈറ്റ് കാണുമ്പോൾ മനസ്സിലായി ഇത്ര എലിവേറ്റർ ആയിട്ട് ഇതിപ്പോൾ ഓരോരോ സെക്ഷനായിട്ടാണ് ഇത് 21 to 35 ഫ്ലോറാണ് എൻ്റെത് 14 ഫ്ലോറാണ് ഓക്കെ സോ ഐ ഹാവ് ടു ടേക്ക് ലാസ്റ്റ് ടൈം ഇവിടെ തന്നെ 14 സംതിങ് ആയിരുന്നു ഓക്കെ 14th floor. ഓക്കെ 3 to 21st ഫ്ലോർ വരെ വിടാം ഓക്കെ നോക്കിയിട്ട് എടുക്കട്ടെ ബാഗ് ഒരിടത്ത് ഞെക്കിയാൽ മതി എവിടെയെങ്കിലും തുറക്കണം അവിടെ തുറന്നു ഓക്കെ എവിടെയെങ്കിലും പ്രസ് ചെയ്താൽ മതി നോക്ക് 1 2 3 4 4 4 8 സെക്കൻഡ് വെയിക്കട്ടെ അല്ലെങ്കിൽ ഈ സോ മെനി ജസ്റ്റ് കാരണം ഇത് മറ്റുള്ള ഹോട്ടലിലെ പോലെയല്ല ഇടയ്ക്ക് ഒരു ഇൻ്റർസെക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ ചെന്നാൽ ദിസ് മച്ച് ഫ്ലോർസ് ആർ ഹിയർ ഓക്കെ സോ എൻ്റെ 14th ഫ്ലോറാണ് 32 സംതിങ് എത്രയും ഉണ്ട് ഇവിടെ 20 ഓക്കെ ഇനി ഇത് കാർഡ് പ്രസ് ചെയ്താൽ 14th ഫ്ലോർ മതി ഓക്കെ പോകത്തുള്ളൂ ഓക്കെ സോ വി ആർ ലിഫ്റ്റ് ഇതാണ് ഇതിൻ്റെ കയറ്റാൻ റെസിസ്റ്റർ അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവായിട്ട് തന്നെ എടുത്തത് എൻ്റെ ബാഗെല്ലാം എടുത്തിട്ടുണ്ട് ഓക്കെ എൻ്റെ കോലം നോക്ക് ഓക്കെ ഇറ്റ്സ് 14th ഫ്ലോർ ഓക്കെ ഡോർ ഓപ്പൺ ഫസ്റ്റ് ഞാൻ ഇവിടെ ഇൻ്റർസെക്ഷനിൽ പറഞ്ഞു തരാം അപ്പോഴേ കണ്ടോ ഇതാണ് അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിക്കാമെന്ന് വിചാരിച്ചത് ഇത്ര വയ്യെങ്കിലും പറയാം സാധാരണ ഹോട്ടലിനേക്കാൾ ഇത് കുറച്ച് സ്പെഷ്യലാണ് സോ അതുകൊണ്ടാണ് ഓക്കെ സോ 14th ഫ്ലോർ ഇതാണ് അവിടെ അത് കണ്ടോ അതാ ഞാൻ പറഞ്ഞ ഇൻ്റർസെക്ഷൻ ഉണ്ട് എൻ്റെ റൂം നമ്പർ എത്രയാണ് ഞാൻ മറന്നു പോയി നോക്കിയത് ഓക്കെ ഒരു മിനിറ്റ് ബാഗ് എടുക്കണം അവിടെ കീ ടച്ച് ചെയ്തില്ലെങ്കിൽ അത് ഓപ്പൺ ആവില്ല അതുകൊണ്ടാണ് ഓക്കെ 14 ഇവിടെ വന്ന് നിന്നാൽ കണ്ടോ ഇവിടെ വന്ന് നിന്നാൽ അവിടെ നിൽക്കാം ഇവിടെ കാട്ടി ചെയ്യണം കണ്ടോ ബാഗ് എടുക്കട്ടെ അല്ലെങ്കിൽ അതങ്ങ് പോകും പിന്നെ അതുകൊണ്ടാണ് കാർഡ് കീ കയ്യിൽ തന്നെ വേണം റൂം മാത്രമല്ല ഇത് ഓപ്പറേറ്റ് ചെയ്യാനുണ്ട് ഓക്കെ സോ 14th നമ്പർ എത്രയായിരുന്നു ഞാൻ ബാഗ് ഞാനൊന്നും മറന്നുപോയി ബാഗിനകത്ത് വെച്ച് പേപ്പർ മിനിറ്റ് മറ്റേതിൻ്റെ റെസിപ്റ്റ് ഇതിൻ്റെ റെസിപ്റ്റ് എല്ലാം കൂടെ എല്ലാം ഇത് പേപ്പറൊക്കെ താഴെ പോകും ഓക്കെ 1442
1442 ഇവിടെ നോക്കട്ടെ. 14 പാസ്പോർട്ട് 1442. ഓക്കെ 3053 that way have to go അങ്ങോട്ട് പോകണം. ഓക്കെ ആദ്യം ഒരു ബാഗും കൊണ്ട് പോട്ടെ. 1442 കണ്ടോ. അപ്പം ക്ലീനിങ് ഇപ്പം അങ്ങോട്ട് ചെക്കിങ് ടൈമില്ലേ, അപ്പം ക്ലീനിങ് ഒക്കെ കഴിയുന്നതേ ഉള്ളൂ. ഇവിടെ മാത്രമേ ഉള്ളൂ റൂം ടൂർ വിശാലമായിട്ട് കാണിക്കുന്നത്. 1442 51 Konnichiwa. It's okay? Arigatou gozaimasu. One more bag is there. Okay, coming. It's cleaning time, na? Yeah. Okay. 14, 43, 42. ഇതാണ്. ഓക്കെ പോയി ബാഗ് എടുത്തോണ്ട് വരട്ടെ. ഓക്കെ ഫൈനലി നമ്മളെത്തി. നോക്കട്ടെ നമ്മുടെ റൂം തന്നെയാണോന്ന്. ഓക്കെ ഒരു ലൈറ്റ്, ഒരു മിനിറ്റ്. ഓക്കെ എൻ്റെ റൂം 1442. ഒക്കെ ഉണ്ട്. ഓക്കെ നമ്മുടെ റൂമിൽ ഇട്ടു. ലൈറ്റൊക്കെ ഉണ്ട്. ലൈറ്റൊക്കെ വന്ന് ഓക്കെ കടയിൽ നിന്ന് ഇനിയിപ്പോൾ ബാഗ് എടുത്ത് വയ്ക്കട്ടെ. വലിയ ദിവസംസേ പറയുന്നു ടി വി ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആയിക്കോളും. ഓക്കെ സോ ഓക്കെ വൈഫൈ താഴെ വന്നപ്പോഴേ കിട്ടി. അത് ഒരു മിനിറ്റ്. റൂമൊക്കെ ഏകദേശം ഒരേപോലൊക്കെയാണ് കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളതുകൊണ്ട് കഴിഞ്ഞ തവണ ഇതിൽ വലിയ റൂമായിരുന്നു. വെറുതെ എക്സ്ട്രാ പൈസ ഒക്കെ കൊടുത്തു. ഓക്കെ കാർഡകത്തുണ്ട്. ഓക്കെ പുറത്തൊന്നുമില്ല. നമ്മൾ ചെക്ക് ചെയ്ത ബാഗൊന്നുമില്ല. സോ ദിസ് ഈസ് വാട്ട്. ഓക്കെ നമുക്കൊരാൾക്ക് ധാരാളം. ഓക്കെ ഇത് ആദ്യം റെസ്റ്റ് റൂം തുറക്കട്ടെ. റെസ്റ്റ് റൂം ഒരു ടബുണ്ടാവും. പിന്നെ ഇവിടുത്തെ റെസ്റ്റ് റൂമിൻ്റെ അറിയാമല്ലോ. ഓക്കെ സോ ഓട്ടോമാറ്റിക് സിസ്റ്റം ബാക്കിയെല്ലാം അകത്തെ എല്ലാം ഒരേ പേർക്ക് തന്നെയാണ് കേട്ടോ. ഇതാണ് എന്താ പറയുക ടബ്, ഷവറ്. ഓക്കെ ഹാൻഡ് വാഷ്, ഷവറിനുള്ളത് ഒക്കെ എല്ലാം ടവൽസ് ഒക്കെ അവിടെയുണ്ട്. നല്ല ലൈറ്റാണ്. ഓക്കെ ഇത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സ്പാ ഒക്കെ ഉള്ളതുകൊണ്ട് പോകാനായിട്ട് സ്പെഷ്യലായിട്ട് മറ്റേ നമുക്കുണ്ട് ഇവിടെ പാടെ. അത് കൂടാതെ ഒരു ബ്ലേസർ ഉണ്ടാവും. ഓക്കെ സോ ഷവറിൻ്റെ എന്താ പറയുക ഡ്രസ്സ് ഇത് ഉപയോഗിക്കേണ്ടി വരും. ഇനി അടുത്ത വരെ ഉപയോഗിച്ചിട്ടില്ല, എന്നാലും ഉപയോഗിക്കേണ്ടി വരും. ബാക്കിയൊക്കെ ആസ് യൂഷ്വൽ വാട്ടറുണ്ട്. ഓക്കെ എനിക്ക് വ്യൂ നോക്കട്ടെ. ഞാൻ വ്യൂ എടുത്തിട്ട് ഹോട്ടലിലാണ്, അതിനാണ് എടുത്തതിന് സ്പെഷ്യൽ പൈസ കൊടുത്തതാണ്. കാരണം കുറേ സമയം അവിടെ ഞാൻ നിന്നായിരുന്നു. അതിന് അവൻ നോക്കിയപ്പോൾ എനിക്ക് എന്ത് വ്യൂ ആണ് എനിക്ക് ഡൗട്ടുണ്ട്. ഓക്കെ സോ എല്ലാം ഉണ്ട്. ഓക്കെ ഞാൻ വിചാരിച്ച് അവിടെ എന്തോ ഒരു പണി നടക്കുന്നുണ്ടായിരുന്നു. വന്നപ്പോൾ ദൂരേന്നേ കാണാമായിരുന്നു. കഥോക്ക്
കേബിളൊക്കെ പോകുന്നു. ഓക്കെ, ഇതോ എല്ലാം ഞാൻ പറഞ്ഞു എനിക്ക്. ഓക്കെ, നന്നായി. കുറച്ചുകൂടെ ഹൈറ്റിൽ പോയിരുന്നെങ്കിൽ അത് അത്രയും നന്നായിട്ട് കിട്ടത്തില്ല. ഇത് കറക്റ്റ് മിഡിനും മേളിലായതുകൊണ്ട് നോക്ക് ബേ. വാവ്, സൂപ്പർ. ഞാൻ അവൻ രണ്ടാമത് മൂന്നാമത് ചെക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ അവിടെ തന്നെ നിന്നേനെ. കാരണം ഞാൻ 1 മാസം മുമ്പൊക്കെ എപ്പോഴോ നേരത്തെ ബുക്ക് ചെയ്തൊക്കെ ഇട്ടതായിരുന്നെല്ലാം. ഓക്കെ, പിന്നെ ഡേറ്റൊക്കെ മാറ്റി വീണ്ടും പിന്നെ റീബുക്ക് ചെയ്ത്. പക്ഷെ റൂമൊന്നും ഇപ്പം ഞാൻ എനിക്ക് ഇത് വേണമല്ലോ, ഇത് കണ്ടോ, ഇതിപ്പം മഴയല്ലേ, രാത്രിയാണ്, എന്ത് ഭംഗിയാണെന്നറിയാമോ. അവിടെ നിന്ന് സ്മോക്ക് വരുന്നുണ്ടായിരുന്നു. ഞാൻ ആ ട്രെയിൻ സ്റ്റേഷൻ ഇറങ്ങിയപ്പോൾ എന്നിട്ട് കണ്ടോ, ഇത് എവിടെ നിന്ന് എന്തോ സ്മോക്ക് വരുന്നു. നമുക്ക് ജയൻറ്റ് വീല് എവറിത്തിങ് ഈസ് ഹിയർ. ഐ ടോൾഡ് യു നാ. ഇതാ ഇത് പോന്ന് നോക്ക്, ഗുണ്ടോള എയർ ക്യാബിൻസ്. ഓക്കെ, ഗുണ്ടോളല്ല, എയർ ക്യാബിൻസ്. ഓക്കെ, അത് ഇത് ആ ടവറിനേലി ഹൈറ്റാണ് നമ്മുടെ ഈ ടവറിനൊക്കെ. ഇതാണ്ടേ ബേ ടവറാണ്, ബേ ടവറിനേലി ഹൈറ്റാണ് അപ്പോൾ ആ ഹോട്ടലിൽ. ഓക്കെ, സോ ഞാൻ ഇതിൻ്റെ പകുതിയിലാണ് നിൽക്കുന്നത്. എന്നിട്ട് അതുകൊണ്ട് ബേയൊക്കെ നന്നായിട്ട് കാണാം. നൈറ്റിൽ ഇതിൽ കൂടെ ഇത് പോകും. ഞാൻ കഴിഞ്ഞാണ് ഇതാണ്ട് ബോട്ട് പോകും. നല്ല രസമാണ് ബോട്ട് റൈഡ്. ഓക്കെ, ഇതാണ്ട് ഒരു ബോട്ടും അല്ലാതെ പോകുന്നു. ഓക്കെ, സോ എവറിത്തിങ് ഈസ് ഓക്കെ, ഫൈൻ, ഗുഡ് വ്യൂ എന്നൊക്കെ പറഞ്ഞ്. അല്ലെങ്കിൽ എന്താ പറയുക, ഞാൻ ഇവിടെ പെട്ടുപോയേനെ ഈ മഴയത്ത്. അറ്റ്ലീസ്റ്റ് ഇത് ഇവിടെ കണ്ടുകൊണ്ടിരിക്കാം. ഓക്കെ, ആഹാ, നൈറ്റിൽ നല്ല വ്യൂ ആയിരിക്കും. ഓക്കെ, ഇനി ഇത്രയൊക്കെ ഉള്ളു. നമുക്ക് ബാക്കി പിന്നെ സമാധാനത്തെ കാണാൻ. ഞാനൊന്ന് ഫ്രഷപ്പ് ആവട്ടെ. സീരിയസ്ലി ഒരു കോഫി കുടിക്കട്ടെ ആദ്യം. ഒന്നും കഴിക്ക്, വിശപ്പൊന്നുമില്ല ഇപ്പം, വിശക്കുന്നു അന്നേരം. ഓക്കെ, ബൈ. സെറ്റിലോട്ട് പാവം ആ പയ്യനെ 2-3 തവണ നോക്കുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്താ പറയുക, ഇതില്ലെങ്കിൽ എനിക്ക് പറ്റില്ല, വ്യൂ ഇല്ലെങ്കിൽ. ഓക്കെ, ഞാൻ അതിനെ കഷ്ടപ്പെട്ട് നമ്മൾ വ്യൂവിന് എക്സ്ട്രാ പൈസ കൊടുത്തതാണ്. അപ്പം ഞാൻ നേരത്തെ ബുക്കിംഗ് ചെയ്തതാണ്. ഒന്നാമത് നല്ല ഹൈ റേറ്റുമാണ്. അതിൻ്റെ കൂടെ ഇത് എന്താ പറയുക, ആ വ്യൂവും കൂടി ഇല്ലെങ്കിൽ പിന്നെ ഞാൻ തിരുന്നിട്ട് എന്തെടുക്കാനാണ്, കെട്ടിടം കാണാനാണ്. ആദ്യം പറഞ്ഞു വ്യൂ ദാറ്റ് സൈഡ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സൈഡ് എനിക്കറിയാതെ ബിൽഡിങ്സ് ആണ്. ഞാൻ ഐ ഡോണ്ട് വാണ്ട് ബിൽഡിങ്, ഐ വാണ്ട് ബേ. സോ ബേ ടവറിൻ്റെ അടുത്ത് എന്തിനാ പിന്നെ. ഓക്കെ, കഴിഞ്ഞ തവണത്തെ പിള്ളേരാരും ഇല്ല, എന്നാലും ഇത്തവണ എല്ലാവരും പുതിയത്. ഓക്കെ, നോക്കാം. കഴിഞ്ഞാണ് മറ്റേ അപ്പയിൽ ടോക്കിയിൽ കണ്ടതുപോലെ ചിലപ്പം ഏതെങ്കിലും ഒരു ദിവസം വരും. അവർ പിള്ളേരാണെങ്കിൽ ഇത് വൈകുന്നേരം ഞാനിവിടെ എന്തോ പോയപ്പോൾ അവന്മാരെന്നെ കണ്ടപ്പോഴത്തേക്ക് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞു. ഞാനാണ് സൈഡ് മാറി പോകുമായിരുന്നു. അപ്പോൾ അവർ വിളിച്ച് ഹായ് ഹായ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനത്തെ ഇതായിരുന്നു. ഓക്കെ, സോ വെൽക്കം ടു യോക്കോഹാമ, ഒഫീഷ്യലി വെൽക്കം. ഇപ്പം ഇതിനകത്ത് നിന്നപ്പോൾ ഒരു സമാധാനം, ശ്വാസം കിട്ടും. നോക്ക്, കൈയൊക്കെ എത്ര മരവിച്ചിട്ട്. Okay. So, okay, be with me. വെൽക്കം ടു കളി ടാക്കീസ്. ഞാൻ എൻ്റെ ചാനലിൻ്റെ പേര് തന്നെ മറന്നു പോകും. ബിക്കോസ് ഓക്കെ, അങ്ങനെ പറഞ്ഞ് ശീലമില്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ് ഓഫ് എന്താ പറയുക, ആൻഡ് ജപ്പാൻ ഡയറീസിൻ്റെ ഒരു പുതിയ അധ്യായം. നമുക്ക് അടുത്ത തുടങ്ങാം. ഓക്കെ.